ഹലോ, ഞങ്ങളിന്ന് ചെറിയൊരു യാത്രയിലാണ് കേട്ടോ. കൂടെ എൻ്റെ യാഷൂട്ടനും ഉണ്ട്. കുറേ നാളായി തെയ്യത്തിനെല്ലാം ഒന്ന് പോയിട്ട്. യാഷൂട്ടനാണെങ്കിൽ ഇതൊരു തെയ്യവും കണ്ടിട്ടില്ല. ഇപ്പോൾ ആണെങ്കിൽ എൻ്റെ തറവാട്ടിൽ തെയ്യം നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ തറവാട്. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ തെയ്യം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് എത്തി. അവിടെ എത്തിയിട്ടാകുമ്പോഴേക്കും എല്ലാവരും ഫസ്റ്റത്തെ വിഷ്ണുമൂർത്തി തെയ്യത്തിന് തൊഴുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അതിൻ്റെ ഇടയിൽ കുഞ്ഞിനെയും കൊണ്ട് പോയി തൊഴുതു. യാഷോട്ടനാണെങ്കിൽ ഒന്നും മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ, കുഞ്ഞല്ലേ. എന്നാലും എന്തെങ്കിലും ഒന്നും മനസ്സിലായിട്ടുണ്ടാവും. കുറേ നോക്കുന്നെല്ലാം ഉണ്ടായിന്. അടുത്തത് നമ്മളെ പരിതാളിയുടെ ഗുളികൻ തെയ്യമാണ്. അതും കുറച്ച് സമയം കണ്ടാടിയിരുന്നു. അപ്പോഴേക്കും അന്നദാനത്തിൻ്റെ സെക്ഷനായി. അപ്പോൾ തെയ്യത്തിൻ്റെ അന്നദാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് പ്രത്യേക രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അന്നദാനവും കഴിച്ചിട്ട് കുറച്ച് സമയം അവിടെ ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. യാഷോട്ടനാണെങ്കിൽ ചൂടായിട്ടൊന്നും കഴിഞ്ഞില്ല. ഇനി അടുത്ത തെയ്യം കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ കുടുംബത്തെയ്യം, അടുക്കാത്ത ചാമണ്ടിയമ്മ. ഈ തെയ്യം കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. നമ്മളിത് കുറച്ച് സമയം നോക്കിക്കൊണ്ടിരുന്നു. യാഷൂട്ടനാണെങ്കിലും തെയ്യവും നോക്കി, കുറേ ആൾക്കാരെയും കാണുന്നുണ്ട്. എനിക്കൊന്നും തിരിയുന്നില്ലപ്പാ എന്നുള്ളൊരു മൈൻഡോടെയാണ് ഓനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഓനെയും കൊണ്ട് കുറച്ച് സമയം നടന്നു. ഓനോട് ഞാൻ ചെവിയിൽ പറഞ്ഞു, അടുത്ത വർഷം നമുക്ക് വീണ്ടും തെയ്യത്തിന് വരാം. അപ്പോൾ കുഞ്ഞിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നു. അങ്ങനെ ഞങ്ങൾ തെയ്യമെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ബായ്.